ധനുഷേ, പറയുകയാണേട്ടോ. വയനാട് ദുരന്തം നമ്മളെ ആകെ ഉലച്ചു കളഞ്ഞ ഒന്നാണ്. പക്ഷെ ഇപ്പൊ വരുന്ന വാർത്ത വയനാട് ദുരന്തമാണോ നമ്മുടെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തം? അതെ, പിണറായി വിജയനാണോ ഏറ്റവും വലിയ ദുരന്തം? അതാണ് നാട്ടുകാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സീരിയസ് ആയിട്ട്. അന്ന് ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് സംഭാവന കൊടുക്കുന്നതിനെ സംബന്ധിച്ച് വലിയ തർക്കങ്ങളും ബഹളവും ഒക്കെ ഉണ്ടായി. അവസാനം നമ്മൾ ഉൾപ്പെടെ അതിനെ അനുകൂലിക്കുന്ന, ഞാൻ അനുകൂലിച്ചു അതിന് ഈ സമയത്ത് പറയരുതെന്ന് പറഞ്ഞിട്ട്. അന്ന് അഖിൽ മാരാരുടെ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അഖിൽ മാരാറ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ കുറ്റം പറഞ്ഞപ്പോൾ ഞാൻ അടക്കമുള്ള ആൾക്കാർ മുഖ്യമന്ത്രിയെ ന്യായീകരിക്കുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ സമയത്ത് നിങ്ങൾ കുറ്റം പറയരുത് എന്ന് പറയുകയും ചെയ്തു. കാരണം ഇവർ ഇത് മുക്കും എന്നറിയാനിട്ടല്ല ഞാനത് പറഞ്ഞത്. പക്ഷേ ആ മുക്കുമെങ്കിലും ഒരു ഭാഗം അവർക്ക് കൊടുത്തിട്ടാണല്ലോ, അതെങ്കിലും അവർക്കൊരു ആശ്വാസമായിക്കോട്ടെ എന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് ഞാൻ അത് പറഞ്ഞത്. അതുകൊണ്ട് കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ മുക്കും എന്ന് വിചാരിച്ചപ്പോൾ എന്റെ പൊന്നു ജോണേട്ട, ഈ ലെവലിൽ മുക്കും എന്ന് സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. വാരിക്കോരി കൊടുത്തു, കോടികൾ കൊടുത്തു. ആ കണക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. എല്ലാം ഈ കോടികൾ കൊടുത്തു എന്ന് പറയുമ്പോൾ 356 മൃതദേഹങ്ങൾ സംസ്കരിച്ചു. ഒരു മൃതദേഹം സംസ്കരിക്കാനായിട്ട് 75,000 രൂപ. ഒരു മൃതദേഹം സംസ്കരിക്കാൻ. ഈ മൃതദേഹം എന്ന് പറയുമ്പോൾ ഇത് സംസ്കരിച്ചിരിക്കുന്നത് മൃതദേഹം പൂർണ്ണമായിട്ടാണോ, അല്ലെങ്കിൽ ഇവരെങ്ങനെയാണ് ഇത് കണക്കാക്കിയിരിക്കുന്നത്? ഈ 75,000 രൂപ ഒരു മൃതദേഹത്തിന് എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു ലോജിക്ക് ഇല്ലാത്തൊരു സാധനമുണ്ട്. ഈ 75,000 എന്ന് പറയുന്ന ഈ തുകയുണ്ടല്ലോ, അത് നിങ്ങൾ ചെലവഴിച്ചിരിക്കുന്നത് ഒരു മൃതദേഹം പൂർണ്ണമായിട്ട് സംസ്കരിക്കാനാണോ? അങ്ങനെയാണെങ്കിൽ ഈ 75,000 നിങ്ങൾ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്? ഈ എക്സ്പെൻസ് നിങ്ങൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? ആ എക്സ്പെൻസ് സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കണം. ഒരു മൃതദേഹം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നു, ആ മൃതദേഹം നിങ്ങൾ സംസ്കരിക്കാൻ 75,000 രൂപ ഉപയോഗിച്ചത് എന്തിനൊക്കെയാണ്? മൃതദേഹം സംസ്കരിക്കാൻ മാത്രമാണ് 75,000 രൂപ. മൃതദേഹത്തിന്റെ DNA പരിശോധനയ്ക്ക് കോടികൾ വേറെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ 75,000-നകത്ത് ഈ DNA പരിശോധനയുടെ കാര്യം വരില്ല എന്നുള്ളത് പൂർണ്ണമായിട്ടും ഉറപ്പാണ്, അല്ലേ? ഈ 75,000 രൂപ മൃതദേഹം സംസ്കരിക്കുമ്പോൾ രണ്ടാമത് എനിക്ക് ചോദിക്കാനുള്ളത്, മൃതദേഹം പൂർണ്ണമായിട്ടാണോ സംസ്കരിച്ചത് എന്നുള്ളതാണ്. ചില സ്ഥലങ്ങളിൽ നിന്നും ഒരു മൃതദേഹത്തിന്റെ കൈ അല്ലെങ്കിൽ കാല്, ഭാഗികമായിട്ടുള്ള ചില ഭാഗങ്ങൾ മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ഈ 75,000 രൂപ എന്തിനുപയോഗിച്ചു? ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ. ഞാനൊരു കാര്യം പറയാൻ ചോണേട്ടാ, നമ്മുടെ വീട്ടിൽ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ ആ മരണത്തിനുള്ള ടാർപ്പ, കസേര, പിന്നെ എന്താ പറയുന്നു, ബന്ധുക്കളുടെ വീട്ടിൽ വരുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ചെലവ്, സഞ്ചയനം, 16 പെലവിളി അടിയന്തരം എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 75,000 രൂപയാവില്ല. അറിയാമോ? അവിടെയാണ് ഈ കണക്ക് വരുന്നത്. അവിടെയാണ് ഇവിടെ ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ എന്ന് പറയുന്ന കണക്കുകൾ വരുന്നത്. അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് ഇത് കൊടുത്തിരിക്കുന്നത് എന്ന കണക്കുകൾ വരുന്നത്. പച്ചയായിട്ടുള്ള വെട്ടിപ്പ്. ഞാൻ ഈ ഹാഷ്മിയുടെയും അഖിൽ മാരാറുടെയും ജനകീയ കോടതി കാണുകയായിരുന്നു. ഈ ജനകീയ കോടതിയിൽ ഹാഷ്മി എന്ന് പറയുന്ന അതിവൈകാരികമായിട്ടുള്ള ആങ്കറാണ്. പുള്ളി അതിവൈകാരികമാണ്. പുള്ളിയുടെ കയ്യിൽ പോയിന്റുകളൊന്നുമില്ല. പുള്ളി വൈകാരികത കൊണ്ട് പിടിച്ചു നിൽക്കുന്ന ആളാണ്. മനസ്സിലല്ലേ? പുള്ളി അതിഭീകരമായിട്ടുള്ള വൈകാരികത. ഇപ്പോൾ അത് ഞാൻ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, നമ്മുടെ ആന ഇറങ്ങുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. അരിക്കൊമ്പൻ അടക്കമുള്ള ആനകൾ ഇറങ്ങിയപ്പോൾ, ചക്കക്കൊമ്പനൊക്കെ ഇറങ്ങിയ സിറ്റുവേഷനിൽ ഈ ചക്കക്കൊമ്പനെയും അരിക്കൊമ്പനെയും അവിടെ നിന്നും പിടിച്ചുകൊണ്ട് പോകാനായിട്ടുള്ള ശ്രമം നടത്തിയപ്പോൾ സർക്കാർ ഹൈക്കോടതിയിൽ ഒരു ഹർജി പോയി. ആ ഹർജി കൊടുത്ത ആളുടെ പേര് ഞാൻ മറന്നുപോയി. ഈ ഹർജി കൊടുത്ത ആൾ വളരെ ലോജിക്കലായിട്ട് പറയുന്നത്, ഒരു ആനയെ നിങ്ങൾ ഒരു സ്ഥലത്ത് നിന്നും പിടിച്ച് വേറൊരു സ്ഥലത്തിലേക്ക് കോളർ കെട്ടി ട്രാൻസ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിയമങ്ങളുണ്ട്. നിയമങ്ങളും അതിനുള്ള വശങ്ങളുമുണ്ട്, അല്ലേ? ആനയെ ആദ്യം എന്ത് ചെയ്യുക? ആനയെ പിടിച്ച് കാട്ടിലേക്ക് പറഞ്ഞു വിടുക. പിന്നെ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ പിന്നെ ഒരു പ്രൊസീജിയർ ഉണ്ട്. അത് കഴിഞ്ഞ് മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ? കോളർ ഘടിപ്പിച്ച് വേറൊരു കാട്ടിലേക്ക് പറഞ്ഞു വിടാവുള്ളൂ എന്നുള്ള നിയമങ്ങളുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള നിയമങ്ങൾ പാലിച്ചു കൊണ്ടിരിക്കുന്ന അയാളെ വിളിച്ചിട്ട് ഹാഷ്മി എന്ന് ലൈവിൽ ചോദിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കൂട്ടം ജനങ്ങൾ അവരുടെ ജീവിതമാർഗം മുഴുവൻ നശിച്ച് ജീവനും കയ്യിൽ വാരിപ്പിടിച്ച് നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള മൂഢത്വം കാണിക്കാൻ താങ്കൾ ഒരു മനുഷ്യനാണോ എന്നുള്ള രീതിയിലാണ് പുള്ളി ചോദിക്കുന്നത്. അതിവൈകാരികമായിട്ടുള്ള ചോദ്യമാണ്. ഈ അതിവൈകാരികത പുഴുങ്ങി തിന്നാൽ നമ്മുടെ ഖജനാവ് വികസിക്കില്ല, അല്ലെങ്കിൽ അതിവൈകാരികത പുഴുങ്ങി തിന്നാൽ നമ്മുടെ രാജ്യം വികസിക്കില്ല. അതിവൈകാരികത പുഴുങ്ങി തിന്നാൽ എന്താണ്? നമ്മുടെ ജീവിതം മുന്നോട്ട് പോവില്ല, അല്ലേ? അതിന് പ്രായോഗികമായിട്ട് ചിന്തിച്ചേ പറ്റൂ. അതുപോലെ തന്നെ അഖിൽ മാരാർ പറയുന്നുണ്ട്, സർക്കാർ എത്ര വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട്, അതിന് തെളിവെവിടെ എന്നാണ് ചോദിക്കുന്നത് ഹാഷ്മി. അപ്പൊ ഉടനെ അഖിൽ മാരാർ പറയുന്നു, തെളിവില്ല, തെളിവ് തരാൻ കഴിയാത്ത രീതിയിലാണ് സർക്കാർ വെട്ടിപ്പ്. ഇപ്പൊ ഇവിടെ നോക്കൂ, ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ, ഡോക്യുമെന്റ് ആയിട്ട് 75,000 രൂപ സംസ്കരിക്കാൻ എടുത്തിട്ടുണ്ട്. എന്തിനാണ് 75,000? അതായി
തെളിവില്ല. അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് സ്പ്ലിറ്റ് ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല അവര്. അതാണ് പറയാ. അപ്പൊ ആഷ്മി പറയുന്നുണ്ട് തെളിയിക്കാൻ പറ്റില്ലെന്നേ. മാറ്റാർ താങ്കൾക്ക് തെളിയിക്കാനും ഇതും തെളിയിക്കാൻ പറ്റില്ല. 75,000 രൂപ ഒരു മൃതദേഹം. വലിയ അടുത്ത ഭീകരമായ കണക്കുകളുണ്ട്. ഭീകരമായ കണക്കുകളാണ്. ഇപ്പൊ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വന്ന വോളണ്ടിയേഴ്സിന് യൂസർ കിറ്റ് നൽകിയ വകയിൽ ആകെ 2,98,00,000 രൂപ. വാ. ഇതാണ് ടോർച്ച്, റെയിൻകോട്ട്, അംബ്രല, ഗംബൂട്ട്. അവിടെ വന്ന ആൾക്കാർക്ക് ഏകദേശം 6,000 പെർ സെറ്റ്. ഒരു സെറ്റിന് 6,000 രൂപ. എന്റെ ജോണേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അവിടെ വന്ന് നിന്നത് 150 രൂപയുടെ റെയിൻകോട്ട് ഇട്ടോണ്ടാ. ആരാ? കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. 150 രൂപയുടെ റെയിൻകോട്ട്. ആ 150 രൂപയുടെ റെയിൻകോട്ട് ഇട്ടുകൊണ്ടാണ് ആ മനുഷ്യൻ അവിടെ വന്നു നിന്നത്. ഈ സമയത്താണ് അങ്ങേരുടെയൊക്കെ കാല് കഴുകി വെള്ളം കുടിക്കേണ്ടത് മലയാളികൾ. മനസ്സിലായില്ലേ? ഇവിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകരായിരിക്കുമല്ലോ ഈ 6,000 പേരെന്ന് സർക്കാർ പറയുന്നത്, അല്ലേ? ഡിവൈഎഫ്ഐ പ്രവർത്തകർ. അപ്പൊ ഇവന് നടത്തുന്ന ദുരിതാശ്വാസം അല്ലേ അവിടെ? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ നമ്മുടെ TV-യിൽ തന്നെ TG മോഹൻദാസ് അടക്കമുള്ള ആൾക്കാർ ദുരിതാശ്വാസ പ്രവർത്തകരെ കളിയാക്കി എന്ന് പറഞ്ഞ് ഇവർ എത്ര ദിവസം ആഘോഷിച്ചു, ഇല്ലേ? TG മോഹൻദാസ് ദുരിതാശ്വാസ പ്രവർത്തകരെ കളിയാക്കി, ഇല്ലേ? തൊട്ടപ്പുറത്ത് ചെന്ന വടയാർ സുനിൽ അത് കേട്ട് കുലുങ്ങിച്ചിരിച്ചു എന്ന് പറയുന്ന വലിയ വാർത്തകൾ വന്നില്ലേ? കേരളം മുഴുവൻ ഇവർക്കെതിരെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലേ? ഈ ദുരിതാശ്വാസ പ്രവർത്തകര് TG പറഞ്ഞ എന്താ? ഇവരവിടെ ഒന്നും പോയിട്ടില്ലെന്ന്. അതാണ് പറയുന്നത്. ഇവർക്ക് അതിന്റെ അടുത്ത് പോകാൻ ധൈര്യമില്ല. ഇപ്പൊ ഇവരിവിടെ വന്നത് സർക്കാർ പറയും 6,000 രൂപ ഓരോരുത്തന്മാർക്ക് കൊടുത്താണ് കൊണ്ടുവന്നത്. ആടിച്ച് ചെവിക്കുറ്റി പൊട്ടിക്കണ്ടേ അവന്മാരെയൊക്കെ? സീരിയസ്ലി ആടിച്ച് ചെവിക്കുറ്റി പൊട്ടിക്കണം. ഇവന്മാരെ അവർ തുണിയില്ലാത്ത റോഡിൽ നിർത്തണം. അതിവൈകാരികമായിട്ടാണ് ഞാൻ പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം 6,000 രൂപ ഒരു മനുഷ്യന്, ഒരു ടോർച്ചിനും, കേന്ദ്രമന്ത്രി വന്നത് 150 രൂപയുടെ റെയിൻകോട്ട്. പിന്നെ ഇവന്മാർ എന്ത് ദുരിതാശ്വാസമാണ് അവിടെ നടത്തുന്നത്? അപ്പൊ TG പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും തെറ്റുണ്ടോ? എവന്റെയൊക്കെ ആടിച്ച് ചെവിക്കുറ്റി പൊട്ടിക്കാനുള്ള കേസാണ്. സീരിയസ്ലി മടുത്തുപോയി സർക്കാർ, ജനങ്ങളും. അപ്പൊ അഖിൽ മാരാർ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ കുടുംബത്തിലൊരു ദുരന്തം നടക്കുമ്പോൾ മോട്ടിക്ക് ഇറങ്ങുന്നവന്റെ തലയടിച്ച് പൊട്ടിക്കണമെന്ന്. അത് ജനകീയ കോടതിയിൽ ഇരുന്നാണ് പറഞ്ഞത്. എത്ര അന്വർത്ഥമായ വാക്കുകളാണ്. ഞാൻ മനുഷ്യനെ പലപ്പോഴും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ വളരെ കറക്റ്റാണ് പുള്ളിക്കാരൻ, വളരെ കറക്റ്റാണ് പുള്ളിക്കാരൻ. ഞാൻ പറയട്ടെ, 6,000 രൂപ. ഇത് സേവാഭാരതി പ്രവർത്തകർക്ക് കിട്ടിയിട്ടുണ്ടോ? അതെനിക്കറിയില്ല. എനിക്കറിയില്ല. സേവാഭാരതി പ്രവർത്തകർക്ക് കിട്ടിയിട്ടുണ്ടോ? എനിക്കറിയില്ല. സേവാഭാരതി പ്രവർത്തകർ റെയിൻകോട്ട് ഇട്ടുകൊണ്ട് നിൽക്കുന്നത് ഞാൻ കണ്ടില്ല കേട്ടോ. ഞാൻ കണ്ടില്ല. ഞാൻ അവരെ ന്യായീകരിക്കുകയൊന്നുമില്ല. ഭാരതി പ്രവർത്തകർ മാത്രമല്ല, ലീഗിന്റെ പ്രവർത്തകരുണ്ടായിരുന്നു, വേറെ പല ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് കിട്ടിയിട്ടുണ്ടോ? അതേ ഇത് ഡിവൈഎഫ്ഐക്കാർക്ക് മാത്രമാണോ കിട്ടിയത്? ഇതിലും എക്സ്പെൻസ് സ്പ്ലിറ്റ് ചെയ്തിട്ടില്ല. അങ്ങ് പാറശാല മുതൽ സഖ്യന്റെ മലനിരകളുടെ അങ്ങ് ഇവിടെ മുതൽ പാറശാല വരെ 5.5 ലക്ഷം ഡിവൈഎഫ്ഐ പ്രവർത്തകരുണ്ടെന്നാണല്ലോ ഷിജു ഖാൻ ഇവിടെ റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ നിന്ന് തള്ളിയത്. അവർ ചാടി ഇറങ്ങിയ ട്രെയിൻ ഒന്നും പോകത്തില്ല, സൈന്യത്തിന് തൊരത്തുമെന്നൊക്കെയാണ് ഇവിടെ ജോയിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ നിന്ന് ഷിജു ഖാൻ തള്ളിയത്. അപ്പൊ അങ്ങനെ ഷിജു ഖാൻ തള്ളിയിരിക്കുന്ന ആ ഒരു ഘട്ടത്തിൽ 6,000 ഡിവൈഎഫ്ഐ പ്രവർത്തകർ അവിടെ എത്തി എന്ന് പറയുന്നത്. അപ്പൊ ഇവരൊക്കെ പൈസക്കാണ് വരുന്നത്. ഡിവൈഎഫ്ഐ പ്രവർത്തകരും അടക്കം ഈ വോളണ്ടിയർ. അവർക്ക് റെയിൻകോട്ട്, ടോർച്ച്, അംബ്രല. ഞാൻ പറയട്ടെ ജോണേട്ടാ, ഒരു റെയിൻകോട്ട് 150 രൂപ. ഒരു ടോർച്ച് എത്ര രൂപയാവും? എത്രയാവും? ടോർച്ചിനൊക്കെ വില കുറവാണ്. ഒരു ടോർച്ച് പോട്ടെ 1,000 രൂപയ്ക്ക് ഒരു ടോർച്ച്. 1,500 കൂടി. 150, 1,500 എത്രയാ? 1,500 ഞാൻ അങ്ങേ അറ്റം വെച്ചതാ. 150, 1,500. അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ എടുത്ത് വില പറഞ്ഞു തരായിരുന്നു. 150ഉം 1,500ഉം എത്രയായി? 1,650. ഗംബൂട്ട്, ഒരു അംബ്രല കൊട 300 രൂപ ഒരു കൊട. ഗംബൂട്ടിന് എത്രയാവും? ഒരു വളരെ തുച്ഛമായിട്ടുള്ള തുകയാണ്. മനസ്സിലായി? ഗംബൂട്ട് എല്ലാം കൂടെ 2,500 രൂപയിൽ തീരാനുള്ള സാധനം ഇവിടെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് 6,000 രൂപ ഒരാൾക്ക്. പോട്ടെ, ബെയിലി പാലം, അത് പണിതാരാ? പട്ടാളം, സൈന്യം. ആ പാലം പണിയാൻ ഇത്ര തുകയില്ല. അതിന്റെ അടിയിൽ കല്ല് നിരത്താൻ 1 കോടി. കല്ല് നിരത്താൻ 1 കോടി രൂപ. നമ്മളെ ജനങ്ങൾ ഇത് അറിയണം. ഇനി അടുത്തത് 17 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 30 ദിവസത്തേക്ക് ജനറേറ്ററിന്റെ ചെലവ് 7 കോടി. 30 ദിവസം ജനറേറ്റർ പ്രവർത്തിച്ചതിന്റെ ചെലവ് 7 കോടി ഈ 17 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ. എന്റെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ദുരന്തം വരുന്നു, ആ ദുരന്തത്തിൽ ക്രൈസിസ് മാനേജ്മെന്റ് ആണല്ലോ ദുരന്തം എന്ന് പറയുന്നത്. ഒരു പ്രതിസന്ധി വരുമ്പോഴാണ് ഒരു ഭരണാധികാരിയുടെ യഥാർത്ഥത്തിലുള്ള പൊട്ടൻഷ്യൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. കോവിഡ് ദുരന്തം വന്നല്ലോ, നരേന്ദ്രമോദിയുടെ പൊട്ടൻഷ്യൽ നമ്മൾ മനസ്സിലാക്കിയോ? അദ്ദേഹം വാക്സിൻ ഉണ്ടാക്കി ലോകം മൊത്തം വിതരണം ചെയ്തു, ഇല്ലേ? 135 കോടി ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് വാക്സിൻ തന്നു. എങ്ങനെയാ കൊടുത്തത്?
ഒന്ന് ആവർത്തിച്ചേ, ഇത് പറയാനാ പറഞ്ഞത്. ഫ്രീ ആയിട്ട് വാക്സിൻ കൊടുത്തു, മനസ്സിലായല്ലേ? ഫ്രീ ആയിട്ട് ഞങ്ങൾ 2000 കോടി രൂപ അങ്ങ് തന്നേക്കാം, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ വാക്സിൻ ഉണ്ടാക്കി ഇങ്ങ് തരൂ, അത് കുത്തിവെക്കാൻ കേരളത്തിലുള്ള ജനങ്ങളെല്ലാം ഫ്രീ ആയിട്ട് നടക്കുമെന്നാണ് ഇവിടെയുള്ള വേട്ടാവളിയൻ, അവന്റെ പേരെന്തോ തോമസ് ഐസക് പറഞ്ഞത്. എന്നിട്ട് ഇവന്മാര് എന്ത് ചെയ്തു? അവസാനം കേന്ദ്രം ഫ്രീ ആയിട്ട് വാക്സിൻ തരുന്നില്ല എന്ന് പറഞ്ഞു. എങ്ങനെ ഇരിക്കുന്നു? ഫ്രീ ആയിട്ടാണ് കൊടുത്തത് നരേന്ദ്രമോദി. ഇവിടെ ജനറേറ്ററിന്റെ ചെലവ് 7 കോടി. ഈ 7 കോടി രൂപ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ ഡൗട്ടാണ്, ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ KSEBിക്ക് കറണ്ട് എത്തിക്കാൻ പറ്റില്ലായിരുന്നു. 7 കോടി വേണോ കറണ്ട് എത്തിക്കാൻ? അത് ഉരുൾപൊട്ടൽ നടന്ന ഒരു പ്രദേശമാണ്. ആ ഉരുൾപൊട്ടൽ നടന്നതിന്റെ നടുക്കാണോ ദുരിതാശ്വാസ ക്യാമ്പ്? എനിക്കറിയില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അവിടെ നിന്ന് മാറിയല്ലേ? അവിടെ മാറിയല്ലേ? അവിടെ കറണ്ട് ഇല്ലേ? അവിടെ കറണ്ട് ഇല്ല. എന്റെ ന്യായമായിട്ടുള്ള സംശയമാണ്, എനിക്ക് അറിയില്ല, ഇത് പ്രേക്ഷകരെ അറിയാമെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം. അവിടെ കറണ്ട് ഇല്ല. അതെ, 7 കോടി. ഈ 7 കോടി ജനറേറ്ററിന് പ്രവർത്തിക്കാൻ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ദുരിതാശ്വാസ ക്യാമ്പ്, ആ ദുരിതാശ്വാസ ക്യാമ്പിൽ എന്തായിരുന്നാലും മുണ്ടക്കൈ ഉരുൾപൊട്ടിയ സ്ഥലത്തായിരിക്കില്ല, അവരെ അവിടെ നിന്നും ധാരാളം മാറ്റി. അവിടെ കറണ്ട് ഇല്ലേ? അവിടെ കറണ്ട് ഇല്ല എന്ന് വെക്കുക. അവിടെ ഒരിക്കലും ഒരു എന്താണ് ഒരു നാച്ചുറൽ കലാമിറ്റി ഉണ്ടാവാൻ വീണ്ടും സാധ്യതയുള്ള സ്ഥലത്ത് സർക്കാർ കൊണ്ട് പാർപ്പിക്കില്ല. 7 കോടി അവിടെ കറണ്ട് ഇല്ലെങ്കിൽ തന്നെ അവിടെ ഒരു ലൈൻ വലിക്കാൻ എത്ര രൂപ? ഈ 7 കോടിയല്ല, 700 രൂപയെ തീർക്കായിരുന്നു ഇല്ലേ? അത് ഇനി അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ എയർഫോഴ്സ് എയർലിഫ്റ്റിംഗ് ഹെലികോപ്റ്റർ ചാർജ് 17 കോടി രൂപ എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. 17 കോടി എയർഫോഴ്സിന് എയർലിഫ്റ്റ് ചെയ്യാനുള്ള ഹെലികോപ്റ്റർ ചാർജ് എന്ന് പറയുന്നത്. ഈ മുഖ്യമന്ത്രി ഇവിടെ ഒരു ഹെലികോപ്റ്റർ വാങ്ങിച്ചിട്ടുണ്ട്, അറിയാമോ? ആ ഹെലികോപ്റ്റർ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് പറത്താനായിട്ട് അവർക്കൊന്ന് ശ്രമിക്കായിരുന്നോ? അല്ല, എൻ്റെ ന്യായമായിട്ടുള്ള സംശയമാണ്. ആ ഹെലികോപ്റ്ററിന് ഒരു മാസം 2 കോടിയാണ് വാടക കൊടുക്കുന്നത്. 2 കോടി. ഈ 2 കോടി വാടക കൊടുക്കുന്ന ഹെലികോപ്റ്റർ എന്തിനാണ്? മുഖ്യമന്ത്രിക്ക് മാത്രം സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല, ഇതൊക്കെ എൻ്റെ സംശയങ്ങളാണ് കേട്ടോ. ഒരു പൗരൻ എന്ന നിലയിൽ എനിക്കുണ്ടാവുന്ന സംശയങ്ങളാണ്. ഇനി എനിക്ക് അറിഞ്ഞുകൂടാത്ത എന്തെങ്കിലും വിഷയങ്ങൾ ഇതിനകത്ത് നടക്കുന്നുണ്ടോ? എനിക്ക് വളരെ ബേസിക് ആയിട്ട് ഇതിൽ നിന്ന് നോക്കുമ്പോൾ എനിക്കിതാണ് മനസ്സിലായത്. നമ്മൾ ഒരു ചന്തയിൽ പോയി കഴിഞ്ഞാൽ 1 രൂപയ്ക്ക് സാധനം വാങ്ങിച്ചാൽ 2 രൂപയ്ക്കോ 3 രൂപയ്ക്കോ വിൽക്കണമെന്ന ബേസിക് കച്ചവട തന്ത്രമുണ്ടല്ലോ, തത്വം. അത് വെച്ചാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. ഇതൊക്കെ എനിക്ക് ആലോചിക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. ഞാൻ പറയട്ടെ, ദുരിതാശ്വാസ ബാധിതരെ ഒഴിപ്പിക്കാൻ വണ്ടികൾ ഉപയോഗിച്ച വകയിൽ 12 കോടി. ഒന്നും പറയല്ലേ നീ? 12 കോടി ദുരിതാശ്വാസ ബാധിതരെ ഒഴിപ്പിക്കാൻ വണ്ടികൾ. അവിടെ എത്ര വണ്ടികൾ ഓടിയിട്ടുണ്ട്? DYFI, സേവാഭാരതി, പിന്നെ നമ്മുടെ കോൺഗ്രസിന്റെ സംഘടനകൾ, യൂത്ത് ലീഗിന്റെ സംഘടനകൾ, ഇത്രയധികം ഓടിയിട്ടുണ്ട്. അപ്പൊ ഇവരെല്ലാം പൈസക്കാണ് ഓടിയത്. ഇവര് മറുപടി പറയണം. ഇവര് പൈസക്കാണോ? ഇവര് അവിടെയുള്ള ആൾക്കാരെയൊക്കെ ഒഴിപ്പിക്കാനായിട്ട് വണ്ടികൾ ഉപയോഗിച്ചിട്ടുണ്ട്. സന്നദ്ധ പ്രവർത്തനമായിരുന്നു. അതായത് ഞങ്ങളുടെ കരളുടഞ്ഞ് വീഴുകില്ലത് കരളുറപ്പുള്ള കേരളം എന്നാണ് പറയുന്നത്. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഞങ്ങളുടെ സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് നൽകി, അങ്ങനെയല്ലായിരുന്നു. ഇവിടെ നിന്ന് എന്തോരം സാധനങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ സാധനങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു, നിറഞ്ഞു എന്ന് പറഞ്ഞു. വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു മല, 2 മല കണക്കിന് അവർക്ക് ഉള്ളതെല്ലാം അതിനകത്തുണ്ട്. ബ്ലാങ്കറ്റ്, അരി, പൊരി, ശർക്കര, ഉണ്ട, എന്തിനു പറയുന്നു, കട്ടിൽ വരെ ഉണ്ടായിരുന്നു. കളക്ടറുടെ അറിയിപ്പ് മതിയെന്ന് പറഞ്ഞു. മതിയെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ പറയട്ടെ, അപ്പോഴാണ് ഇവിടെ ഭക്ഷണം, ദുരിതാശ്വാസ ക്യാമ്പിലെ ഭക്ഷണത്തിനായിട്ടുള്ള ചെലവ് 8 കോടി. അതെങ്ങനെ സംഭവിച്ചു? എനിക്ക് മനസ്സിലാവുന്നില്ല. 8 കോടി രൂപയാണ് ദുരിതാശ്വാസ ക്യാമ്പിലെ ഭക്ഷണത്തിനായിട്ടുള്ള ചെലവ്. ഇപ്പൊ എനിക്കുള്ള ചെറിയൊരു ഡൗട്ട് എന്തെന്നറിയാമോ? ചെറിയൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ, ഈ ഭക്ഷണം ഇവർ കൊടുക്കുന്ന എന്തായിരിക്കും? ദുരിതാശ്വാസ ക്യാമ്പിലെ ഭക്ഷണം ഒരു വലിയ ക്രിസ്ത്യൻ കല്യാണത്തിന് കൊടുക്കുന്ന ഭക്ഷണം എന്തായാലും കൊടുക്കത്തില്ല. യുവജനോത്സവത്തിന് കൊടുക്കുന്ന ഭക്ഷണം കൊടുക്കൂ? അത്യാവശ്യം അങ്ങനെ കൊടുക്കാം. സദ്യയാണ് യുവജനോത്സവത്തിന് കൊടുക്കുന്നത്. പഴയുടെ മോഹനൻ നമ്പൂതിരി അങ്ങനെ കൊടുക്കത്തില്ലെങ്കിൽ അതിന് പഴയുടെ മോഹനൻ നമ്പൂതിരി എത്ര രൂപയാ ഈടാക്കുന്നത്? എത്ര രൂപയാ ഒരു ദിവസം സദ്യ കൊടുക്കാൻ ഈടാക്കുന്നത്? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് അത് വെച്ച്. അപ്പൊ അത്രയും തുക പോലും വേണ്ട ഇതിന്. 30 ദിവസം 8 കോടി രൂപ. അതും പോട്ടെ, ഞങ്ങൾ അയച്ചു തന്ന ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഇവിടെ പോയി. ബ്രെഡ്, ജാം, ബിസ്ക്കറ്റ്, മറ്റ് പദാർത്ഥങ്ങൾ, മിഠായികൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. അതൊക്കെ എന്ത് ചെയ്തു? ആരെവിടെ കൊണ്ടുപോയി? ആരുടെ വായിലോട്ട് പോയി? സഖാക്കന്മാരുടെ വീട്ടിൽ കാണുമോ? എനിക്കറിയില്ല. അപ്പൊ ഈ 8 കോടി എന്ന് പറയുന്നത് ഭക്ഷണത്തിനുള്ള ചെലവ്. അവിടെ ഫ്രീ ആയിട്ട് ലീഗ് അടക്കമുള്ള ഒരു ഭക്ഷണം കൊടുക്കുന്നത് നിർത്തിച്ചു. സന്നദ്ധ പ്രവർത്തകർക്ക് ഭക്ഷണം കൊടുക്കുന്നത് നിർത്തിച്ചു. അത് വന്നപ്പോഴേ നമുക്ക് മനസ്സിലായതല്ലേ എന്താണ് അടിക്കാനുള്ളതാണെന്ന്. എന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ എങ്ങോട്ടാണ് നമ്മൾ ഈ പോകുന്നത്? ഈ 8 കോടി എന്ന് പറയുന്ന ഈ തുക നമ്മൾ കൊടുത്ത ഭക്ഷണങ്ങൾ ഇവിടെ പോയി. ആ നിങ്ങൾ തുക ചെലവഴിച്ചു. ഇതിപ്പോ മേയറമ്മ ഇതൊക്കെ കണ്ടല്ലേ അതൊക്കെ വളഞ്ഞുന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ.
പ്രോഡക്റ്റിന്റെ കുഴപ്പമില്ല, കമ്പനിയുടെ കുഴപ്പമാണ്. മനസ്സിലായില്ലേ? ഇടാത്ത പൊങ്കാലയ്ക്ക് പൈസ അടിക്കുക, ചിക്കനും പൊറോട്ടയും 2 കോർപ്പറേഷൻ ഓഫീസിൽ തൂക്കാൻ വരുന്ന ഉദ്യോഗസ്ഥർക്ക് വാങ്ങിച്ചു കൊടുത്തതിന് 50,000 രൂപ ബില്ലിടുക. ഇവരുടെ ഒന്നും വിചാരം നാട്ടുകാരിതൊന്നും കണ്ടുകൊണ്ടിരിക്കുന്നില്ലെന്നാണോ? അപ്പൊ ഇത് അഖിൽ മാരാർ പറഞ്ഞതിൽ ഒരു കുഴപ്പമില്ല ചേട്ടാ. ദുരിതാശ്വാസ ക്യാമ്പിലുള്ള വസ്ത്രങ്ങൾക്കായിട്ടുള്ള ചെലവ് 11 കോടി രൂപ. വസ്ത്രങ്ങൾ നമ്മൾ അയച്ചു കൊടുത്ത വസ്ത്രങ്ങളൊക്കെ എവിടെ? നമുക്ക് എന്തോരം വസ്ത്രങ്ങൾ അയച്ചു കൊടുത്തു? ഒരുപാട് വസ്ത്രം പോയിട്ട് ആളുകൾ ഏറ്റവും കൂടുതൽ അയക്കുന്നത് വേണ്ടാന്ന് പറഞ്ഞു. വസ്ത്രങ്ങളാണ് നമ്മൾ ആദ്യം അയച്ചു കൊടുക്കുന്നത്. കാരണം വീടില്ലാതെ ഇരിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് ബേസിക്കലി വേണ്ട ആദ്യം വസ്ത്രവും ഭക്ഷണവുമാണ്. അതാണ് കൊടുത്തിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് എന്തോരം ആൾക്കാർ, ഇവിടെ നമ്മുടെ ഈ കിടിലം ഫിറോസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അവൻ CPM കാരനാണ്. പക്ഷെ പുള്ളിക്കാരൻ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കൊക്കെ വളരെയധികം കോർഡിനേറ്റ് ചെയ്ത്, തിരുവനന്തപുരത്ത് കോർഡിനേറ്റ് ചെയ്ത് പുള്ളിക്കാരൻ അങ്ങോട്ടേക്ക് ലോഡ് അയക്കാറുണ്ട്. പുള്ളി ഇത്തവണ ഇനി അങ്ങോട്ട് അയക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ പുള്ളി അത് പറഞ്ഞപ്പോഴാണോ അതേ മറ്റെന്തോ നിയമം വന്നു, ഇനി ഭക്ഷണം അയക്കണ്ടെന്നോ, ഭക്ഷണം നമ്മൾ കൊടുക്കാമെന്നോ, അങ്ങനെ എന്തോ പറഞ്ഞപ്പോൾ പിന്നീട് 2 ദിവസം അവിടെ അടിയായിരുന്നു. കാരണം അവർക്ക് ഭക്ഷണം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ അടിയായിരുന്നു. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നപ്പോൾ പുള്ളിക്കാരൻ പറയുകയാണ് എന്ത് ചെയ്യും ഇനി, നമ്മൾ ഇനിയും സാധനങ്ങൾ അയക്കാനുണ്ടെന്ന് പറഞ്ഞ് പുള്ളി ഒരു ലൈവ് എന്തോ ഇട്ടിട്ടുള്ളത് എൻ്റെ ഒരു വിദൂരമായിട്ടുള്ള ഒരു ഓർമ്മയിൽ കടന്നു വരുന്നു ഇപ്പോൾ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ 11 കോടി വസ്ത്രത്തിന്, 8 കോടി ഭക്ഷണത്തിന്, JCB അല്ല എത്ര 15 കോടി ഏതാ സൈന്യത്തിന്റെയും വോളണ്ടിയർമാരുടെയും താമസ സൗകര്യത്തിന് സൈന്യത്തിന് 15 കോടി. ഞാൻ സത്യം പറഞ്ഞാൽ സൈനികർ അവിടെ കിടന്നുറങ്ങുന്നത്, അവിടെ ചെളിയിൽ കിടന്നുറങ്ങുന്ന വിഷ്വൽസ് ആണ് ഞാൻ കണ്ടിട്ടുള്ളത്. ചെളിയിൽ കിടന്നുറങ്ങുന്ന വിഷ്വൽസ് ആണ് ഞാൻ കണ്ടത്. ഇതൊക്കെ പുറത്തു വരണം. ഈ ഹെവി എക്യുപ്മെന്റ് ഉണ്ടല്ലോ, JCB, ഹിറ്റാച്ചി ക്രെയിൻ 15 കോടി. സഖാക്കന്മാരുടെ ആയിരിക്കുമല്ല, 100% ഞാൻ എഴുതിത്തരാം. ഇതൊന്നും ഒരിടത്തും പോയി നമുക്ക് തെളിയിക്കേണ്ട ഒരു ആവശ്യമില്ല. എഴുതിത്തരാം, ഇതെല്ലാം സഖാക്കന്മാരുടെയാണ്. എങ്ങനെ ഇതിനകത്തൂടെ കച്ചവടം അടിക്കാം എന്ന് മാത്രമേ ഇവർ നോക്കൂ. സത്യം പറഞ്ഞാലും മനുഷ്യന്മാരുടെ ചോര ഊറ്റി എങ്ങനെ കുടിക്കാം എന്നുള്ളത് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ദുരിതാശ്വാസ നിധിയിൽ പൈസയില്ല, ഇനി അയക്കണം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അഖിൽ മാരാർ പറഞ്ഞ കാര്യമേ എനിക്കും പറയാനുള്ളൂ. മനസ്സിലായില്ല, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. അതായത് ഇത്രയും അധികം പൈസ, അതായത് എല്ലാം കൂടെ എത്ര രൂപ പോയെന്നറിയാമോ? എത്ര രൂപ? അതും അനാവശ്യമായിട്ടല്ല, ഇത് അടിച്ചു മാറ്റിയതാണെന്നുള്ള കാര്യം. അതെ, അടിച്ചു മാറ്റിയതാണ്. കണക്കുണ്ടാക്കിയത്. ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ, 356 മൃതദേഹം സംസ്കരിക്കാൻ 2,76,00,000 രൂപ എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ 2,76,00,000 എന്ന് പറയുമ്പോൾ ഇവരെന്താണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ എന്തോ ആ സ്ഥലം വാങ്ങിച്ചിട്ടാണോ? അപ്പൊ സെന്റിന് എത്ര രൂപയായി? സെന്റിന് ഇത്ര രൂപയായിട്ട് ആരെന്തെങ്കിലും സ്ഥലം വാങ്ങിച്ചിട്ട് ആ സ്ഥലത്തായിരുന്നു ഇവർ സംസ്കരിച്ചത്? എനിക്ക് അറിയാം, അങ്ങനെയൊന്നും ഇല്ലല്ലോ. അതാണ്. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ എന്തായിരുന്നാലും തിരുവോണമായിട്ടും ഓണമായിട്ടും സന്തോഷമായി എന്ന് മാത്രമേ നമുക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളൂ. അപ്പോൾ ഇനിയും വരുമല്ലോ ദുരിതാശ്വാസ നിധി. ഈ സമയത്ത് രാഷ്ട്രീയം പറയല്ലേ മക്കളെ എന്ന് പറഞ്ഞാൽ അവസാനം ഇത് മറ്റേതുപോലെയാവും. എന്താ നമ്മുടെ പുലി വരുന്നേ എന്ന് പറഞ്ഞിട്ട് അവസാനം യഥാർത്ഥത്തിൽ പുലി വരുമ്പോൾ ജനങ്ങളൊന്നും കൊടുക്കാത്ത അവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോകുന്ന രീതിയിലോട്ട് മാറും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.